ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാമ്പർ ലേണിംഗ് സൊല്യൂഷൻസ്. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ ഓൾ യുവർ പ്രേയേഴ്സ് ആൻഡ് സപ്പോർട്ട്. KW ഓപ്പറേറ്ററിൻ്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വരുന്ന ജാനുവരിയിലായിരിക്കും എക്സാം. അപ്പോൾ KW ഓപ്പറേറ്ററിൻ്റെ ഏറ്റവും പുതിയ സിലബസ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റം ഇൻ ഓട്ടോമൊബൈൽസ്. ഓക്കെ, ഡയറക്റ്റ് ലെക്ചറിലേക്ക് പോവാം. കമ്പോണൻസ് ഓഫ് എ ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റം. അപ്പോൾ ഒരു വെഹിക്കിളിൻ്റെ ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കമ്പോണൻസ് ആണ് മേജറായിട്ട് വരിക. ഇതിൽ ബാറ്ററി ഉണ്ട്, ഇഗ്നിഷൻ കോയിൽ, കോണ്ടാക്ട് ബ്രേക്കർ, കണ്ടൻസർ, ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, രണ്ട് സർക്യൂട്ടുകളാണ് ഒരു ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിൽ വരിക. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി സർക്യൂട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി സർക്യൂട്ട്. ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിലെ ഓരോ കമ്പോണൻസും ഈ പറയുന്ന ഏത് സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. നോക്കാം. Primary circuit, it consists of battery, primary winding, condenser and contact breaker. Battery, primary winding of the ignition coil, condenser, contact breaker. ഇത്രയും ചേരുന്നതാണ് പ്രൈമറി സർക്യൂട്ട്. അറ്റ് ദ സെയിം ടൈം സെക്കൻഡറി സർക്യൂട്ടിൽ വരുന്നത് സെക്കൻഡറി വൈൻഡിങ്, ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ഇതാണ് ഒരു ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രാം. ഇതിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ കമ്പോണൻസും കാണാൻ സാധിക്കും. ഇനി ഓരോ കമ്പോണൻറ്റ് വൈസ് ആയിട്ട് നോക്കാം. ഇതിൽ നമ്മൾ ബാറ്ററിയെ കുറിച്ചിട്ട് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്ന സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ദെൻ ഇനി അറിയേണ്ട നെക്സ്റ്റ് കമ്പോണൻസ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇഗ്നിഷൻ കോയിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്പാർക്ക് പ്ലഗിൽ ഒരു സ്പാർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് 20,000 to 25,000 വോൾട്ടേജ് ആണ് വേണ്ടത്. അതേസമയം ഒരു ബാറ്ററിക്ക് ഇത്രയും വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇവിടെ ആവശ്യമാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പേരാണ് ഇഗ്നിഷൻ കോയിൽ. ഓക്കെ, ആൻഡ് ഇറ്റ് കൺവേർട്സ് ലോ ബാറ്ററി വോൾട്ടേജ് ഇൻറ്റു ഹയർ. ഇവിടെ രണ്ട് വൈൻഡിങ് ആണ് ഒരു ഇഗ്നിഷൻ കോയിലിൽ വരുന്നത്. ഒരു ട്രാൻസ്ഫോമർ ഉള്ള പോലെ തന്നെ പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിങ് തിക്ക് കോയിൽസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല തന്നെ ടേൺസിൻ്റെ എണ്ണം 200 to 300 ആയിരിക്കും. അതേസമയം സെക്കൻഡറി വൈൻഡിങ്ങിലോട്ട് വരുമ്പോൾ അതിൻ്റെ ടേൺസിൻ്റെ എണ്ണം 15,000 to 20,000 വരെ ആകാം. അപ്പോഴത്തേക്ക് അതിൻ്റെ ടേൺസിൻ്റെ തിക്നെസ് തിന്നായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ഒരു ഇഗ്നിഷൻ കോയിൽ. ദെൻ കോണ്ടാക്ട് ബ്രേക്കർ നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് നമ്മുടെ ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിനകത്തുള്ള. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബ്രേക്ക് ആൻഡ് മേക്ക് ദി പ്രൈമറി സർക്യൂട്ട്. പ്രൈമറി സർക്യൂട്ട് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതാണ് പ്രൈമറി സർക്യൂട്ട്. ബാറ്ററി, പ്രൈമറി വൈൻഡിങ് ഓഫ് ദി ഇഗ്നിഷൻ കോയിൽ, കണ്ടൻസർ, കോണ്ടാക്ട് ബ്രേക്കർ, ഇത്രയും കമ്പോണൻസ് ചേരുന്നതാണ് പ്രൈമറി സർക്യൂട്ട്. ഈ പ്രൈമറി സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാനും മേക്ക് ചെയ്യാനും കൂടെ യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് കോണ്ടാക്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി വീക്കസ്റ്റ് മെമ്പർ ഓഫ് ഇഗ്നിഷൻ സിസ്റ്റം. ഒരു ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കറക്റ്റ് ടൈം ഇൻ്റർവെലിനകത്ത് കറക്റ്റ് ഓർഡറിൽ സ്പാർക്ക് പ്ലഗിൽ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി പറയുവാണ് നമ്മുടെ. When the contact breaker points are closed, a magnetic field is built up in the ignition coil. കോണ്ടാക്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യാനും പ്രൊവിഷനുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇത് ക്ലോസ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ബിൽട്ട് അപ്പ് ഇൻ ദി ഇഗ്നിഷൻ കോയിൽ. ഇഗ്നിഷൻ കോയിലിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബിൽഡപ്പ് ആയിട്ട് നിൽക്കും. ദ ഓപ്പണിംഗ് ഓഫ് ദി breaker points cause the magnetic field to collapse suddenly and a high voltage causes a spark to jump across the spark plug. ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്.
ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ബിൽഡപ്പായി നിൽക്കും. അത് പെട്ടെന്ന് ഇത് ബ്രേക്കർ പോയിന്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ആ ഒരു ഫീൽഡ് കൊളാപ്സ് ആവും. ഇങ്ങനെ ഒരു ഹൈ വോൾട്ടേജ് ജമ്പ് ഉണ്ടാവും അക്രോസ് ദി സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ട് സ്പാർക്കായിട്ട് മാറുന്നത്. സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ് പഠിച്ചു വെച്ചേക്കുന്ന പോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഗ്യാപ്പാണ് ഈ കോണ്ടാക്ട് ബ്രേക്കറിൽ വരുന്ന ഗ്യാപ്പ്. ഇറ്റ്സ് 0.35 to 0.45 mm. അതുപോലെ ഡ്വെൽ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കൂടി കോണ്ടാക്ട് ബ്രേക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഇറ്റ് ഈസ് ദ ടൈം എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ ക്യാം റൊട്ടേഷൻ ഫോർ വിച്ച് ദി പോയിന്റ് റിമെയിൻസ് ക്ലോസ്ഡ്. അപ്പോൾ കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ്സ് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം ഇൻ്റർവൽ ഉണ്ടല്ലോ, ആ ഒരു ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരാമീറ്ററാണ് ഡ്വെല്ല്. അത് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ക്യാം റൊട്ടേഷൻ്റെ ആംഗിളുമായിട്ട് മേക്ക് ചെയ്തിട്ടാണ് നമ്മളത് പറയുക. അതായത് ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ കേസിൽ ഡ്വെൽ ആംഗിൾ എന്ന് പറയുന്നത് 48 to 52 ഡിഗ്രീസ് ആയിരിക്കും. ദെൻ ഫോർ എ 6 സിലിണ്ടർ എഞ്ചിൻ ഇറ്റ് ബിക്കംസ് 36 to 42 ഡിഗ്രി. അതായത് നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് കൂടുന്തോറും ഈ പറയുന്ന ഡ്വെല്ലിൻ്റെ ആംഗിൾ കുറഞ്ഞു വരും. അപ്പോൾ ഡ്വെൽ ആംഗിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ്സ് ക്ലോസ് ആയിട്ടിരിക്കുന്ന ടൈമാണ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡിഗ്രി ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ ക്യാം. കണ്ടൻസർ പെട്ടെന്നുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൊണ്ടിട്ടാണ് ശരിക്കും ആ സ്പാർക്ക് പ്ലഗിനകത്ത് ഒരു ഹൈ വോൾട്ടേജ് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദ കൊളാപ്സ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് മസ്റ്റ് ബി വെരി റാപ്പിഡ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഡിസൈർഡ് വോൾട്ടേജ് ആൻഡ് ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ് എ കണ്ടൻസർ. അപ്പോൾ വളരെ റാപ്പിഡായിട്ട് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ക്ലോസ് ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വോൾട്ടേജ് സ്പാർക്ക് പ്ലഗിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസാണ് കണ്ടൻസർ. ഓക്കെ, ദ കണ്ടൻസർ അബ്സോർബ് ദ കറണ്ട് ആൻഡ് brings the flow into a quick stop causing the magnetic field to collapse rapidly. അപ്പോൾ റാപ്പിഡായിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷനാണ് കണ്ടൻസറിനുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെറ്റാലിക് പ്ലേറ്റ്സ്, ടിൻ ഷീറ്റ്, ഇൻസുലേറ്റഡ് മൈക്ക. അപ്പോൾ ടിൻ ഷീറ്റ്സിൻ്റെ മെറ്റാലിക് പ്ലേറ്റ്സ് വെച്ചിട്ടാണ് കണ്ടൻസർ ഉണ്ടാക്കിയിരിക്കുന്നത് ആൻഡ് ദേ ആർ ഇൻസുലേറ്റഡ് യൂസിങ് മൈക്ക. ഇനി ഈ കണ്ടൻസറിൻ്റെ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, 0.2 to 0.25 മൈക്രോ ഫാരഡ്. ഡിസ്ട്രിബ്യൂട്ടർ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് എ ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റം. അതിൻ്റെ ഫങ്ഷൻ ഇതാണ്, ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഹൈ വോൾട്ടേജ് ഇമ്പൾസസ് ടു ഈച്ച് സ്പാർക്ക് പ്ലഗ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ സ്പാർക്ക് പ്ലഗിലോട്ട് ഒരു വോൾട്ടേജ് ഇമ്പൾസ് കൊടുക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷനാണ് ഡിസ്ട്രിബ്യൂട്ടറിനുള്ളത്. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കോണ്ടാക്ട് ബ്രേക്കറും കണ്ടൻസറും അതേപോലെ ഇഗ്നീഷൻ അഡ്വാൻസ് മെക്കാനിസവും എല്ലാം തന്നെ ഇരിക്കുന്നത് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അകത്താണ്. ഇറ്റ് ഹൗസസ് ഓൾ ദി കോണ്ടാക്ട് ബ്രേക്കർ, കണ്ടൻസർ, ഇഗ്നീഷൻ അഡ്വാൻസ് മെക്കാനിസം. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ഇതാണ് ഫയറിംഗ് ഓർഡർ. ഫയറിംഗ് ഓർഡർ എന്ന് വെച്ചാൽ ഒരു ഓർഡറാണ്, ആ ഒരു ഓർഡറിൻ്റെ ബേസിലായിരിക്കും ഓരോ സിലിണ്ടേഴ്സിലോട്ടും ആ ഫയറിംഗ് നടക്കുക. ഒരു 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ദ ഫയറിംഗ് ഓർഡർ വിൽ ബി 1342 ഓർ 1243. അതായത് ആദ്യം ആദ്യത്തെ സിലിണ്ടർ, പിന്നെ 3, പിന്നെ 4, പിന്നെ 2, ഈ ഓർഡറിൽ. ഒരു 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനിലോട്ട് വരുമ്പോഴത്തേക്ക് ദി ഫയറിംഗ് ഓർഡർ വിൽ ബി 153624. ആദ്യം 1, 5, 3, 6, 2, 4. ദെൻ ഇനി ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഈ ഹൗസിങ്ങിലോട്ട് ഡ്രൈവ് കൊടുക്കുന്നത് ക്യാം ഷാഫ്റ്റാണ്. ദ ക്യാം ഷാഫ്റ്റ് ഡ്രൈവ്സ് ദ ഡിസ്ട്രിബ്യൂട്ടർ വിയ സ്പൈറൽ ഗിയേഴ്സ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിനെ ഡ്രൈവ് ചെയ്യുന്നവരാണ് ക്യാം ഷാഫ്റ്റാണ്. ഇനി ഈ ക്യാം ഷാഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഡ്രൈവ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? സ്പൈറൽ ഗിയേഴ്സ് വെച്ചിട്ടാണ്. Next component is spark plug. It is the weakest part of an ignition system. Then
ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ സർവീസ് ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ 10,000 മുതൽ 16,000 കിലോമീറ്റർ വരെ ആയിരിക്കും. ഇനി സ്പാർക്ക് പ്ലഗിൽ ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യം ഈ ഒരു ടേമാണ് റീച്ച്. ഇറ്റ് ഈസ് എ ലെങ്ത് ഓഫ് ത്രെഡഡ് പോർഷൻ ദാറ്റ് എൻറ്റേഴ്സ് ദ സിലിണ്ടർ. അറിയാമല്ലോ, നമ്മുടെ പ്ലഗ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് സിലിണ്ടർ അകത്തേക്ക് ത്രെഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ആ ത്രെഡിനൊരു ലെങ്ത് ഉണ്ട്. ആ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് റീച്ച്. ഈ റീച്ചിൻ്റെ ബേസിൽ തന്നെ സ്പാർക്ക് പ്ലഗിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ലോങ് റീച്ച് പ്ലഗ് എന്നും 2 ഷോർട്ട് റീച്ച് പ്ലഗ് എന്നും. ഇത് രണ്ടുമാണ് ആ ഫിഗേഴ്സ്. ആ ഫിഗേഴ്സിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. റീച്ചിൻ്റെ നീളം കൂടുതലാണെങ്കിൽ ലോങ് റീച്ച്, അത് ഷോർട്ട് ആണെങ്കിൽ ഷോർട്ട് റീച്ച്. ദെൻ ദ എയർ ഗ്യാപ്പ്, പ്ലഗിൻ്റെ ഗ്യാപ്പ് എത്രയാണെന്നൊരു ചോദ്യമുണ്ട്. അത് എത്രയാണ്? 0.6 to 1 mm. ടയറിൽ മാർക്കിംഗ് ഉള്ള പോലെ സ്പാർക്ക് പ്ലഗിന് ഒരു ഡെസിഗ്നേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ WGDC എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് W സ്റ്റാൻഡ്സ് ഫോർ ദി സ്പെഷ്യൽ ടൈപ്പ്, അല്ലെങ്കിൽ ആ ത്രെഡ് ഡയമീറ്റർ എന്ന് പറയുന്ന കാര്യമാണ് ഈ ഫസ്റ്റ് ലെറ്റർ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ W ആണെന്നുണ്ടെങ്കിൽ അത് M14 ആയിരിക്കും ത്രെഡ് ഡയമീറ്റർ. ദെൻ G എന്ന് പറയുന്നത് അവിടുത്തെ ഹീറ്റ് റേഞ്ച് ആണ്. ഹീറ്റ് റേഞ്ച്. ദെൻ D സൂചിപ്പിക്കുന്നത് അവിടുത്തെ സ്പാർക്കിൻ്റെ പൊസിഷനും അതേപോലെ ത്രെഡിൻ്റെ ലെങ്തുമാണ്. D സ്റ്റാൻഡ്സ് ഫോർ സ്പാർക്ക് പൊസിഷൻ. സ്പാർക്ക് പൊസിഷൻ ആൻഡ് ത്രെഡ് ലെങ്ത്. Then finally C stands for the central electrode material. ഇലക്ട്രോഡ് മെറ്റീരിയൽ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ലെറ്റർ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. ഒരു ഡെസിഗ്നേഷൻ തന്നിട്ട് അതിനകത്ത് ഓരോന്നും എന്താണെന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ, സ്പാർക്ക് പ്ലഗിൻ്റെ കേസിൽ ഇത്രയൊന്നും ഓർത്തിരിക്കുക. സ്പാർക്ക് പ്ലഗ് കൺസ്ട്രക്ഷൻ. പ്ലഗിൻ്റെ ഓരോ പാർട്ടും ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ബോഡി ഷെല്ല് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ. പിന്നെ ഇവിടെ ഒരു ഇൻസുലേറ്റർ മെറ്റീരിയൽ വരുന്നുണ്ട് ഇവിടെ ആയിട്ട്. കൂടുതലും പോഴ്സലൈൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൈക്കയും യൂസ് ചെയ്യാം. ദെൻ സെൻട്രൽ ഇലക്ട്രോഡ്, ഈ ഒരു ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ മാംഗനീസ് നിക്കൽ അലോയി. അതുപോലെ ഇട്രിയം എന്ന് പറയുന്ന ഒരു റയർ മെറ്റലും യൂസ് ചെയ്തിട്ട് സെൻട്രൽ ഇലക്ട്രോഡ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊന്നും ഓർത്തിരിക്കുക. ബോഡി ഷെല്ല്, ഇൻസുലേറ്റർ, സെൻട്രൽ ഇലക്ട്രോഡിൻ്റെ മെറ്റീരിയൽസ്. ഫൈനലി 2 ഡിഫക്റ്റ് കൂടി. പ്ലഗിന് വരുന്ന 2 ഡിഫക്റ്റുകളാണ് എറോഷൻ ആൻഡ് ഫൗളിംഗ്. എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എറോഷൻ, ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി കൊറോസീവ് കമ്പഷൻ ഗ്യാസസ്. ദ ഇലക്ട്രോഡ് ഗെറ്റ്സ് എറോഡഡ് ആൻഡ് പ്ലഗ് ഗ്യാപ്പ് ഇൻക്രീസസ്. കൊറോസീവായിട്ടുള്ള കമ്പഷൻ ഗ്യാസുകൾ ഇലക്ട്രോഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ഇലക്ട്രോഡിന് ഡാമേജ് സംഭവിക്കും. എന്നിട്ട് ഇലക്ട്രോഡ് ഇങ്ങനെ പൊടിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു കാര്യമാണ്, ഈ ഒരു ഡിഫക്റ്റാണ് എറോഷൻ ഓഫ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ റിസൾട്ടായിട്ട് പറ്റുന്നത്? ആ പറയുന്ന ഗ്യാപ്പ് ഒരുപാട് കൂടും, ആ പ്ലഗിൻ്റെ ഗ്യാപ്പ്. അത് മാത്രമല്ല, ഇറ്റ് വിൽ സ്റ്റാർട്ട് മിസ് വയറിങ്. ഫൈനലി ഫൗളിംഗ് ഓഫ് പ്ലഗ്. അപ്പോൾ ഇത് മറ്റൊരു പ്ലഗ് ഡിഫക്റ്റാണ്. ദ ഷൈനിങ് ബ്ലാക്ക് ഓയിൽ ഡെപ്പോസിറ്റ് ഓൺ ദി പ്ലഗ് ഗ്യാപ്പ്. അതായത് ഓയിൽ ഡെപ്പോസിറ്റ് വന്നിട്ട് ഇതുപോലെ ഒരു ഷൈനി അപ്പിയറൻസ് ആയിട്ട് മാറും. ഇൻ ബിറ്റ്വീൻ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഓയിലിൻ്റെ കറുത്ത ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഈ ഫൗളിംഗ് ഓഫ് ദി പ്ലഗ് എന്ന് പറയുന്ന ഡിഫക്റ്റും മിസ്ഫയറിന് കാരണമാകും. അപ്പോൾ ഇതാണ് ഫൗളിംഗ് ഓഫ് ദി പ്ലഗ് എന്ന് പറയുന്ന ഡിഫക്റ്റിൻ്റെ ഫിഗർ. ഇത് ഇറോഷൻ ഓഫ് ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റം ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ MCQs നമ്മുടെ ക്യാമ്പറിൻ്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ലെക്ചറുമായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.